ഹായ്, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലേക്ക്? മഴയുണ്ടോ? എത്ര ദിവസമായില്ലേ മഴയൊക്കെ ഇങ്ങനെ തുടർച്ചയായി ഇരിക്കുകയാണ്. ഇന്ന് ഇത്തിരി കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്ന് സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തോണ്ടായിരിക്കും. അങ്ങനെയാണല്ലോ, സാധാരണ സ്കൂളുകൾക്ക് അവധി കൊടുക്കുമ്പോഴത്തേക്ക് മഴ പിന്നെ കാണാൻ കിട്ടത്തില്ല ആ ദിവസം. പിറ്റേ ദിവസം പിന്നെ തുടങ്ങും കേട്ടോ മഴ. സ്കൂളുകൾക്കൊക്കെ അവധി ആയതുകൊണ്ടായിരിക്കാം ഈ റോഡൊക്കെ ഇന്ന് തിരക്കില്ലാതെ പോകുന്നത്. അല്ലെങ്കിൽ മണിക്കൂറുകളിൽ വരിയായി നിൽക്കേണ്ടി വരും ഈ റോഡിലൊക്കെ ഒന്ന് നീങ്ങി കിട്ടാനായിട്ട്. ഒരു കിലോമീറ്റർ ക്രോസ് ചെയ്യാൻ ചില സമയത്തൊക്കെ ഒരു മണിക്കൂറൊക്കെ 2 മണിക്കൂറൊക്കെ ഞാൻ ക്യൂ നിന്നിട്ടുണ്ട്. അത്ര തിരക്കാണ്. 2 ദിവസമായിട്ട് മഴയും കാറ്റും ആയതുകൊണ്ടായിരിക്കാം ഇടയ്ക്കിടയ്ക്കൊക്കെ കറണ്ട് പോകുന്നുണ്ട് വീടുകളിലൊക്കെ. നിങ്ങൾക്കറിയാമല്ലോ, ഈ മാസം തൊട്ട് TOD നിയമം നിലവിൽ വന്നിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ. അതായത് അറിയാമല്ലോ, 3 ടൈം സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന കറണ്ട് ചാർജിനേക്കാൾ 25% കുറവായിരിക്കും പുതിയ നിരക്ക്. ആ സമയത്ത് രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 മണി വരെ. പിന്നെ വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ നിലവിലുള്ള ചാർജിനേക്കാൾ 30% അധികമായിരിക്കും ചാർജ് ഈടാക്കുന്നത്. എന്താ നല്ല പരിപാടി ഇല്ലേ? ആ സമയത്താണല്ലോ എല്ലാവർക്കും കറണ്ടിൻ്റെ ആവശ്യം വരുന്നത്. കാരണം എല്ലാവരും ജോലിക്ക് പോയിട്ട് വന്നും സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടും പഠിക്കുന്ന സമയം, പിന്നെ ഓരോരുത്തർ ജോലിക്ക് പോയിട്ട് വന്നിട്ട് പാചകം ചെയ്യുന്ന സമയം, മിക്സിയും മറ്റും ആ സമയത്തായിരിക്കും ചിലപ്പോൾ കൂടുതൽ ചില ജോലിക്ക് പോകുന്ന സ്ത്രീകളും മറ്റുമൊക്കെ യൂസ് ചെയ്യുന്നത്. ചിലപ്പം തുണി അലക്കുന്നത് വരും ചിലപ്പോൾ സമയം രാവിലെ കിട്ടത്തില്ല, ആ സമയത്തായിരിക്കാം. അപ്പോൾ ആ ഒരു നല്ല സമയം നോക്കി സർക്കാർ 30% കൂട്ടിവെച്ചു. കാരണം ആ സമയത്താണ് കൂടുതലും എല്ലാവരും കറണ്ട് യൂസ് ചെയ്യുന്നത്. പകലാരും യൂസ് ചെയ്യാറില്ലല്ലോ. പകലെല്ലാവരും ജോലിക്കും പോയി സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നത് കൊണ്ട് വീടുകളിൽ ആരും കാണത്തില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അങ്ങനെ പോകുന്നവരാണ്, രാവിലെ ജോലിക്ക് പോകും. അപ്പോൾ ആ സമയത്ത് അധികം കറണ്ട് യൂസ് ഇല്ല. ഇലക്ട്രിസിറ്റി ബുദ്ധിപൂർവ്വം ചെയ്ത് ആ സമയത്ത് 25% കറണ്ട് ചാർജ് കുറച്ചു. രാത്രി 10 മണിക്ക് ശേഷം നമ്മൾ രാവിലെ 6 മണി വരെ അത് സാധാരണ നിരക്കാണ് കേട്ടോ, പഴയ നിരക്ക് പോലെ തന്നെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം, വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെ യൂസ് ചെയ്യുന്ന കറണ്ടിന് 30% അധിക ഫീസ് നൽകണം ഒരു യൂണിറ്റിന്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ചാർജിനേക്കാൾ 30%. അപ്പം 3 ടൈം സോണായിട്ടാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാസം തൊട്ട് അത് നോക്കിക്കൊള്ളാം, ഈ ബില്ല് വരുമ്പോഴത്തേക്ക് ഇനി എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാവരും കൈകാര്യം ചെയ്യാൻ. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്ക് 6 മണിക്ക് ശേഷം നിർബന്ധമായിട്ട് ഫ്രിഡ്ജെല്ലാം ഓഫ് ചെയ്യുക, മിക്സി ഒന്നും മാക്സിമം പ്രവർത്തിപ്പിക്കാതിരിക്കുക, ഇസ്തിരി ഇടാതിരിക്കുക, പിന്നെ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ മാക്സിമം ആ സമയത്തുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത ബില്ലായിരിക്കും വരുന്നത്. ഒന്ന് ആലോചിച്ചൊക്കെ, ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം. നോക്കൂ, മഴ, എത്ര നദികൾ, കായലുകൾ, പുഴകൾ, എല്ലാം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ജലം കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഒന്നും ഇങ്ങനെയില്ല, വറ്റി വരേണ്ട കാലാവസ്ഥയാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സംസ്ഥാനങ്ങളിലും, ചില സംസ്ഥാനങ്ങളിലൊക്കെ സൗജന്യമായിട്ട് തന്നെ വൈദ്യുതി കൊടുക്കുന്നുണ്ട്. ഇത്ര യൂണിറ്റ് വരെ, ചിലർക്ക് 500 യൂണിറ്റ്, 200 യൂണിറ്റ്, 500 യൂണിറ്റ് വരെ സൗജന്യം കൊടുക്കുന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്.
നമ്മുടെ ഇന്ത്യയിൽ നിലവിലെടുത്ത് വെച്ച് നോക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത്രയും വെള്ളമുള്ളൊരു സംസ്ഥാനം ഇല്ല എന്ന് തന്നെ പറയാം. എന്നിട്ടും നമുക്ക് സർക്കാർ ഇരുന്ന പണി കണ്ടില്ലേ. ഇതൊക്കെ ആരോട് പറയാല്ലേ, അനുഭവിച്ചല്ലേ പറ്റൂ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിനി എത്ര സമരം ചെയ്തിട്ടൊന്നും കഥയില്ല. സമരം ചെയ്യുന്നതൊക്കെ പണ്ടായിരുന്നു. ഒരു 10 പൈസ ബസ് ചാർജ് കൂട്ടിയാൽ അന്ന് സമരം ചെയ്ത് കുറയ്ക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഉള്ള സമയമില്ല. അതാണ് പ്രശ്നം. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ, ഞാൻ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിപ്പം കാണാൻ വലിയ പാടാണ്. ഇതുപോലുള്ള പാടങ്ങളും തോടുകളും ഇത്രയും പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം ആക്ച്വലി കാണാൻ കിട്ടത്തില്ല കേട്ടോ. വളരെ റെയറാണ്. ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ എന്നാലും വലിയ പാടാണ്. ചില കുട്ടികൾക്കൊക്കെ ഈ വയലൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. കാരണം അവർക്കൊരു അത്ഭുതമാണ് സിറ്റിയിലൊക്കെ താമസിക്കുന്നവർ. ഇവിടെ മഴ ആയതുകൊണ്ട് ഇത് ഒരാഴ്ച മുമ്പ് ഇവിടെ മൊത്തം വെള്ളം നിറഞ്ഞ് കായൽ പോലെ ആയി കേട്ടോ. ഈ മഴ ശക്തമായി നിന്നപ്പോഴത്തേക്ക് ഇപ്പം വെള്ളം ഒന്നിറങ്ങി. അപ്പം ഇവിടെ മീൻ കയറും കേട്ടോ. ഇവിടെ വെള്ളം നിറയുമ്പോഴത്തേക്ക് അടുത്തുള്ള പുഴയിൽ നിന്നൊക്കെ മീൻ കയറും. അപ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ മീൻ പിടിക്കാനായിട്ട് വരുന്നത് കാണാം. അപ്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിറയെ മീനുകളാണ്, വലിയ വലിയ മീനുകളാണ് ഓരോരുത്തർ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ജാമ്പയ്ക്ക, പേരയ്ക്ക, മറ്റേ റംബൂട്ടാൻ, ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ പഞ്ചായത്ത്. രാവിലെയും വൈകിട്ടൊക്കെ ആൾക്കാർ ഇതുവഴി നടക്കാൻ പോകുന്ന സ്ഥലം, അവർക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബെഞ്ചുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ് ഈ പഞ്ചായത്ത് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള വെൽഫെയറൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. നല്ല സ്ഥലമാണ്, നല്ല കാലാവസ്ഥയാണ്, അധികം ചൂടില്ല, സിറ്റികളിൽ പോലുള്ള പൊടിപടലങ്ങളില്ല, ശുദ്ധമായ വായു, ശുദ്ധമായ കാറ്റ്, എന്തുകൊണ്ടും വളരെ താമസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ നല്ല നല്ല കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.